എന്തൊക്കെ ചെയ്തിട്ടും PT സ്പീക്കിങ്ങിൽ സ്കോർ കിട്ടാൻ പ്രയാസമുണ്ടോ? നമ്മൾ PT സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഒത്തിരി സ്പീഡിലോ എന്നാൽ തീരെ സ്ലോ ആയിട്ടോ സംസാരിക്കാൻ പാടില്ല. ഒരു മോഡറേറ്റ് ഫേസിൽ വേണം നമ്മളത് സംസാരിച്ചു പോകാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് പാനിക് ആവരുത്. അത് സ്റ്റാമറിങ് വരുത്തും. നമുക്ക് സമാധാനപരമായി കോൺഫിഡൻസ് ആയിട്ട് കിട്ടിയത് അത്രയും പറയാൻ ശ്രമിക്കാം. റീഡ് അലൗഡ് പോലെയുള്ള ടാസ്കുകളിൽ നമുക്ക് പഞ്ച്വേഷൻസ് വരും, ഫുൾ സ്റ്റോപ്പ്, സെമി കോളനൊക്കെ. ഈ പഞ്ച്വേഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു പോസ് കൊടുത്തിട്ട് വേണം ബാക്കി റീഡ് ചെയ്യാൻ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ യു നോ എന്നുള്ള ഫില്ലേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ പോയിന്റ്സ് എന്ത് പറയണമെന്ന് ആലോചിച്ചുള്ള ഒരു ലോങ് പോസും കൊടുക്കാതെ ഇരിക്കുക. റിപ്പീറ്റ് സെൻറ്റൻസ് പോലെയുള്ള വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആൻഡ് നാച്ചുറൽ ആയിട്ട് പറയാം. ഒരു കാരണവശാലും നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ആക്സെൻറ്റ് ഫേക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇനി PT സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യുമല്ലോ അല്ലേ? ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായി ജസ്റ്റ് ഫോളോ ആപ്പ് സർവീസസ്.